ലോകത്ത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തതായ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ബർമുഡ ട്രയാങ്കിളൊക്കെ തന്നെ അതിൽ ഉൾപ്പെടുന്നതാണല്ലേ. പക്ഷെ അതിനെപ്പറ്റി കൂടുതൽ രഹസ്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പല ശാസ്ത്രജ്ഞർക്കും സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഇതുവരെ ഒരു കാരണവശാലും ശാസ്ത്രജ്ഞന്മാർ എങ്ങനെ തന്നെ പണിപ്പെട്ടാലും മറുപടി കിട്ടാത്ത ഒരു വലിയ രഹസ്യം നമ്മുടെ പസഫിക് സമുദ്രത്തിൻ്റെ നടുക്കായിട്ടുണ്ട്. അവിടെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന കൽമതിലുകളുണ്ട്. എന്താണിത്? ഭൂതങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന നാൻ മഡോൾ, അതായത് പസഫിക് സമുദ്രത്തിലെ ഏറ്റവും നിഗൂഢമായ നഗരത്തെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. എങ്ങനെയാണ് ആ നഗരം അത്രയും നടുക്ക്, അതും കടലിൻ്റെ നടുക്ക് ഉണ്ടായത്? എങ്ങനെയാണ് പിന്നെ അത് തകർന്നത്? അവിടെ ആരൊക്കെയാണ് ജീവിച്ചിരുന്നത്? ഇപ്പോൾ യാതൊരു തരത്തിലും ഈ പറയുന്നത് പോലെ ഒരു ജീവവാസം അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാനാവാത്ത വിധം ആ നഗരം അവിടെ എങ്ങനെയാണ് പണിതുയർത്തിയത്? ഇതിനെ പറ്റിയിട്ടൊക്കെ തന്നെ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. മൈക്രോനേഷ്യയിലെ പോൺപെയ് ദ്വീപിന് അടുത്തായി 90-ലധികം കൃത്രിമ ദ്വീപുകൾ കൂടിച്ചേർന്ന ഒരു വലിയ നഗരമാണ് നാൻ മഡോൾ. പസഫിക്കിൻ്റെ വെനീസ് എന്ന് ഇതിനെ വിളിക്കാം. പക്ഷെ വെനീസിൽ നിന്ന് ഇതിനെ വേറിട്ട് നിർത്തുന്നത് ഇതിൻ്റെ നിർമ്മാണമാണ്. ഇവിടെയുള്ളത് സാധാരണ സിമൻറ്റോ ഇഷ്ടികയോ അല്ല, ടൺ കണക്കിന് ഭാരമുള്ള കഠിനമായ ബസാൾട്ട് കരിങ്കൽ തൂണുകളാണ്. ഇന്ന് നമുക്ക് ക്രെയിനുകളുണ്ട്, വലിയ മെഷീനുകളുണ്ട്, GPS ഉണ്ട്. പക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മെറ്റൽ ടൂളുകളോ ചക്രങ്ങളോ വലിയ കപ്പലുകളോ ഇല്ലാത്ത ഒരു കാലത്ത് ഇത്രയും ലക്ഷം ടൺ ഭാരമുള്ള ഈ കല്ലുകൾ എങ്ങനെ ഇവിടെ എത്തിച്ചു? ഇതിലും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കല്ലുകൾ ആ ദ്വീപിൽ ഉള്ളതല്ല. കിലോമീറ്ററുകൾ ദൂരെയുള്ള മലമുകളിൽ നിന്ന് വേണം ഇത് കൊണ്ടുവരാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. കടലിലൂടെയും കാട്ടിലൂടെയും ഈ കൂറ്റൻ കല്ലുകൾ കൊണ്ടുവന്ന് കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് 90ഓളം ദ്വീപുകൾ അടുക്കി പണിതു. ഇത് മനുഷ്യർക്ക് സാധ്യമായ കാര്യമാണോ? ഇതിന് ഉത്തരം കിട്ടാതെ ശാസ്ത്രജ്ഞന്മാർ തല പുകയ്ക്കുമ്പോൾ അവിടുത്തെ പ്രാദേശിക ആദിവാസികൾ പറയുന്നത് ഒരു വിചിത്രമായ കഥയാണ്. ഒലി സിഹ്പ, ഓലോ സോഹ്പ എന്നു പേരുള്ള 2 മന്ത്രവാദികളായ സഹോദരന്മാർ മന്ത്രശക്തി ഉപയോഗിച്ച് ഈ കൂറ്റൻ കല്ലുകളെ ആകാശത്തിലൂടെ പറത്തിക്കൊണ്ടുവന്നുവെന്ന് ഇവിടെ സ്ഥാപിച്ചു എന്നാണ് ഇവരുടെ വിശ്വാസം. ഒരു സയൻസ് ഫിക്ഷൻ സിനിമാ കഥ പോലെയൊക്കെ തോന്നാം. പക്ഷെ ശാസ്ത്രത്തിനോ ഒരു മോഡേൺ എഞ്ചിനീയറിംഗ് തിയറിക്കോ ഇതിന് 100% തെളിവ് തരാൻ ആയിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം. ഇത്രയും വലിയൊരു സംസ്കാരം 1600കളിൽ പെട്ടെന്നൊരു രാത്രി കൊണ്ട് മാഞ്ഞുപോയി. സൗദലൂർ രാജവംശം തകർന്നതിന് ശേഷം ഈ നാട് മുഴുവൻ ഉണ്ടായിരുന്ന ആളുകൾ എവിടേക്കാണ് പോയത്? രോഗം ബാധിച്ചതാണോ? പട്ടിണിയാണോ? അതോ ആർക്കും അറിയാത്ത വല്ല ജീവിയുടെ ആക്രമണമാണോ? ആർക്കും തന്നെ ഒരറിവുമില്ല. ഇപ്പോഴും ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ഈ സ്ഥലത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പേടിയാണ്. അവർ വിശ്വസിക്കുന്നത് ഈ പുരാതന നിർമ്മിതികളുടെ രഹസ്യങ്ങളിൽ തൊട്ടാൽ ഒരു വലിയ ശാപം നമ്മളെ തേടിയെത്തുമെന്നാണ്. ഇത് വെറുമൊരു കഥ മാത്രമല്ല. 1900-ൽ വിക്ടർബർഗ് എന്ന ജർമ്മൻ ഗവർണർ നാൻ മഡോളിലെ പഴയ രാജാക്കന്മാരുടെ കല്ലറ തുറന്ന് ചില അസ്ഥികൂടങ്ങൾ പരിശോധിച്ച് പഠിക്കാൻ ശ്രമിച്ചു. അടുത്ത രാത്രിയിൽ തന്നെ അയാൾ പെട്ടെന്ന് മരണപ്പെട്ടു. മരണകാരണമോ ഇന്നും വ്യക്തമല്ല. പഴയ ആത്മാക്കൾ അയാളെ കൊന്നതാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനുശേഷം അവിടുത്തെ കടലിനുള്ളിൽ വിപുലമായ മാപ്പിംഗ് നടത്തിയ ഗവേഷകർ കണ്ടത് അതിശയകരമായ കാര്യങ്ങളാണ്. ഈ നഗരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കടലിൻ്റെ ആഴങ്ങളിൽ തുരങ്കങ്ങളായും കടൽ തൂണുകളുമായും ഒക്കെ കിടപ്പുണ്ട്. ഇന്നും പസഫിക് സമുദ്രത്തിലെ ഈ ദ്വീപിലേക്ക് കാറ്റടിക്കുമ്പോൾ ഉയരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. നമ്മളൊന്നും അറിയാതെ പോയ വലിയൊരു ടെക്നോളജി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നോ? ആ ടെക്നോളജിയും അല്ലെങ്കിൽ അത് വികസിപ്പിച്ചെടുത്ത ആളുകളൊക്കെ തന്നെ എല്ലാ രീതിയിലും മൺമറഞ്ഞു പോയതുകൊണ്ട് മാത്രമാണോ ഈ നഗരത്തെ പറ്റിയുള്ള രഹസ്യം നമുക്ക് വെളിപ്പെടാതെ ഇരിക്കുന്നത്? അതോ നമ്മൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ കേട്ടുകഥകളിൽ കേട്ടിട്ടുള്ളത് പോലെയുള്ള അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യമായിരുന്നു ആ ദ്വീപ്? ഒരു മനുഷ്യൻ പോലും ബാക്കിയില്ലാതെ ആവുന്ന തരത്തിൽ ആ ദ്വീപിനെ എന്തായിരിക്കും നശിപ്പിച്ചിട്ടുണ്ടാവുക? എന്തായാലും നമ്മളിനി എത്രയൊക്കെ ശ്രമിച്ചാലും എത്രയൊക്കെ ശാസ്ത്രം വളർന്നാലും ഇതുപോലെ തിരിച്ചറിയാൻ കഴിയാത്ത ചില നിഗൂഢതകൾ നമ്മുടെ ലോകത്തുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കേണ്ട.